നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അദാനിയുടെ മുൻപിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് വ്യാപക പ്രതിസന്ധിയും സൃഷ്ടിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി അലംഭാവം അരുതെന്നും കെ.സി. വേണുഗോപാൽ. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ആരംഭിച്ചതോടെ നാശനഷ്ടങ്ങളും സജീവമായി. പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽട്ടർ സൗകര്യമൊരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശനം നടത്തിയാണ് സഹായം അറിയിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം മന്നലാംകുന്ന് AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. പുറത്തിറങ്ങാനാകാതെ 50ഓളം കുടുംബങ്ങൾ. തീരാദുരിതത്തിലേക്ക് തള്ളിവിടാതെ ശാസ്ത്രീയമായ രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. മനോജിന് നാടിന്റെ കണ്ണീർ യാത്രാമൊഴി. കഴിഞ്ഞ ദിവസം ചൂണ്ടലിൽ സ്വകാര്യ ലിമിറ്റഡ് ബസ് ഇടിച്ച് മരിച്ച ബൈക്ക് യാത്രികൻ ചൂണ്ടൽ മേലേക്കാവ് പൊന്നരാശ്ശേരി കുമാറിന്റെ മകൻ മനോജിന്റെ സംസ്കാരം നടന്നു. വാർത്തകൾ വിശദമായി. അദാനിയുടെ മുൻപിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ഗുരുവായൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേസെടുക്കാൻ വൈകിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ച കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും നടത്തിയ യോഗത്തിലെ തീരുമാനത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമായതായും ചൂണ്ടിക്കാട്ടി. വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് വ്യാപക പ്രതിസന്ധിയും സൃഷ്ടിച്ച സംഭവത്തിൽ കേസെടുത്താൽ മാത്രമേ നഷ്ടപരിഹാരം വേണ്ടുവിധം ലഭിക്കുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി താൻ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിരുന്നതായും കെ.സി. കൂട്ടിച്ചേർത്തു. കൊച്ചിക്കും ആലപ്പുഴയ്ക്കിടയിലുണ്ടായിട്ടുള്ള കപ്പൽ ദുരന്തത്തിൽ കേസെടുക്കാനുള്ള കേരള സർക്കാരിൻ്റെ വൈകിയുദിച്ച ബുദ്ധി എന്തായാലും നല്ല കാര്യമാണ്. 24-ാം തീയതി പാതിരാത്രി നടന്ന സംഭവത്തിന് 17 ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ ഒരു FIR ഇട്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളികളും മാധ്യമങ്ങളും ഒക്കെ തന്നെ കൂട്ടായിട്ട് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചു. ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും സമ്മർദ്ദം എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ മലക്കം പറഞ്ഞിരിക്കുകയാണ്. കേസെടുക്കാൻ പറ്റില്ല, അത് കേന്ദ്രമാണ് കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഇപ്പം ഒരു പെറ്റീഷൻ കിട്ടി 1 മണിക്കൂറിനകം കേസെടുത്തിരിക്കുകയാണ്. ഒരു പെറ്റീഷൻ കിട്ടി 1 മണിക്കൂറേ ആയിട്ടുള്ളൂ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമാണ്. അദാനിയുടെ മുമ്പിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 12 മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുമെന്നും മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുവെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 14, 15, 16 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ 11 മുതൽ 17 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 12 മുതൽ 15 വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ശക്തമാകാൻ സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. പുതുശ്ശേരി പഴുന്നാന റോഡിൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്ത് ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം കരാറെടുത്ത EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കമ്പനിക്കായി സർവീസ് നടത്തുന്ന ടോറസിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. നിർമ്മാണ സാമഗ്രികൾ എടുക്കുന്നതിനായി ചേലക്കരയിലേക്ക് പോവുകയായിരുന്നു വാഹനം. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലായി. കുന്നംകുളം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റിയ ശേഷമാണ് ഏറെ നേരം തടസ്സപ്പെട്ട പുതുശ്ശേരി പഴുന്നാന റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. പ്രദേശത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കടന്നുപോയതിനു ശേഷം മരം കടപുഴകി വീണതിനാൽ വലിയ അപകടം ഒഴിവായി.
ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഗുരുവായൂർ പഞ്ചാരമുക്ക് ഇ.കെ. നായനാർ റോഡിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഗതാഗതം തടസ്സപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ വഴി കടന്നുപോകുന്നതിനാൽ രാവിലെ തെങ്ങുകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കെ.എസ്.ഇ.ബി. ജീവനക്കാരെത്തി പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടത്തി. വാർഡ് കൌൺസിലർ പി.കെ. നൌഫൽ സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ എ.സി. മൊയ്തീൻ എം.എൽ.എ. സ്കൂളിൽ സന്ദർശനം നടത്തി. പ്രധാന അധ്യാപിക കെ.എ. സുജിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.കെ. ടോണി, എ.ഇ.ഒ. എ. മൊയ്തീൻ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ എം.എൽ.എ. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. നിലവിൽ ആശങ്കയ്ക്കിടയില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചികിത്സാ ചിലവിലേക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുവാൻ ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കുമെന്നും എം.എൽ.എ. അറിയിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ എൻ.പി. അജയൻ, ഇ.എസ്. സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എം.കെ. സുരേഷ് ബാബു, സ്കൂൾ സമിതി ഭാരവാഹികളായ പി.ടി. സുശാന്ത്, എ.യു. മനാഫ്, വി.കെ. ജയലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാം ഇടപെടൽ അടിയന്തരമായിട്ടുണ്ടായി. 12 കുട്ടികൾ ഇപ്പോഴും ചികിത്സ തേടി വിവിധ ആശുപത്രികളിലുണ്ട്. അവരൊന്നും സ്ഥിതി ഗുരുതരമല്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കാര്യം നമുക്ക് പെടുത്താം. ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്ന് സാമ്പിൾ എടുത്ത് അയക്കുക. ഇത് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന വളരെ പെട്ടെന്ന് പരക്കുന്ന എന്തെങ്കിലും ആവാനാണ് സാധ്യത എന്നൊക്കെയാണ് പ്രാഥമിക നിഗമനം. അത് ഇപ്പോൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി വന്നാലേ ആവുള്ളൂ. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽട്ടർ സൗകര്യമൊരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശനം നടത്തിയാണ് സഹായം അറിയിച്ചത്. പരിശോധനയ്ക്കായി അയച്ച വെള്ളത്തിന്റെ ബലം ലഭ്യമാകുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന പാചകപ്പുരയിലേക്ക് ശുദ്ധീകരിച്ച വെള്ളം ലഭ്യമാക്കുന്നതിനായി UV ഫിൽട്ടർ സൗകര്യം ഒരുക്കാൻ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തയ്യാറാണെന്ന് പ്രസിഡന്റ് ലബീബ് ഹസൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാലിനെയും പ്രധാന അധ്യാപിക കെ.എസ്. സുജിനിയെയും അറിയിച്ചു. വെള്ളം പരിശോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പും അതിനോടൊപ്പം തന്നെ കെംടെക്കും വെള്ളം പരിശോധിക്കുന്നതിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ കൂടുതലുള്ളതും കുറവുള്ളതുമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ഏത് രീതിയിലുള്ള ഫിൽറ്ററാണ് ഇവിടെ ആവശ്യം വരിക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സൈറ്റിൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ UV ഫിൽറ്റർ ആവശ്യമായി വരും എന്നുള്ള രീതിയിലുള്ളൊരു നിർദ്ദേശമാണ് ഈ മേഖലയിലെ ഒരു വിദഗ്ധൻ എന്നുള്ള നിലക്ക് സൈറ്റിൻ്റെ ഒക്കെ അഭിപ്രായം. അപ്പോൾ UV ഫിൽറ്റർ ആണ് എന്നുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള വെള്ളം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി അത് ഈ സ്കൂളിന് വേണ്ടി ചെയ്തു നൽകാൻ തയ്യാറാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുക കൂടി എന്നുള്ളൊരു ആവശ്യത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. എ.ഇ.ഒ. എ. മൊയ്തീൻ, ബ്ലോക്ക് മെമ്പർ എം. സലീം, പഞ്ചായത്ത് മെമ്പർമാരായ എം.കെ. ജോസ്, എം.സി. ഐജു, PTA പ്രസിഡന്റ് പി.ടി. സുശാന്ത്, MPTA പ്രസിഡന്റ് വി.കെ. ജയലക്ഷ്മി എന്നിവർ സന്നിഹിതരായിരുന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചിക്കാലിൽ, സജിത് ചോലയിൽ, ജിനാഷ് തെക്കേക്കര, കെ.വി. സാംസൺ, EMK ജിഷാർ എന്നിവർ സ്കൂൾ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ഭക്ഷ്യവിഷബാധയിൽ ചികിത്സ തേടിയ കുട്ടികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകി. പല കുട്ടികളും ദിവസങ്ങളോളമായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. സ്കൂളിൽ നിന്നുണ്ടായ സംഭവമായിട്ടും ചികിത്സാ ചിലവ് നൽകുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. പല കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും പരാതിയുണ്ട്. 4 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയമായ എരുമപ്പെട്ടി ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ 24 മണിക്കൂർ സേവനം നടപ്പിലാക്കണമെന്നും ഇടം സാംസ്കാരിക വേദി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. CPIM പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BJP RSS പ്രവർത്തകനായ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 12 വർഷം 9 മാസം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി. ചൂണ്ടൽ പഴുനാന മുതിരപ്പറമ്പത്ത് 28 വയസ്സുള്ള കുട്ടു എന്ന അഖിലിനെയാണ് ശിക്ഷിച്ചത്. ചൂണ്ടൽ പഴുനാന സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ ശരത്തിനെയും തടയാൻ ശ്രമിച്ച സുഹൃത്ത് അർജുനെയും
മാരകായുധങ്ങളായ ഇരുമ്പുപൈപ്പ്, ഇടിക്കട്ട, ഇരുമ്പുകട്ട എന്നിവ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അഖിലിനെ ശിക്ഷിച്ചിട്ടുള്ളത്. കേസിലെ 3-ാം പ്രതി വിഷ്ണു, 6-ാം പ്രതി സനീഷ് എന്നിവരെ മാർച്ച് 18-ന് 7 വർഷം 11 മാസം കഠിന തടവിനും 45,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചിരുന്നു. കേസിലെ 1-ാം പ്രതിയായ അഖിൽ, 4-ാം പ്രതി വിഷ്ണു, 5-ാം പ്രതി സൃഷിത് എന്നിവർ ശിക്ഷാവിധിക്ക് ഹാജരായില്ല. 2-ാം പ്രതിയായ പയ്യൂർ മാന്തോപ്പ് കൊട്ടിലിങ്ങൽ വളപ്പിൽ ആദർശ് വിചാരണ നേരിടാതെ ഒളിവിലാണ്. 2018 മെയ് മാസം 20-ാം തീയതി രാത്രി 7:30-നാണ് കേസിനാസ്പദമായ സംഭവം. CPM-ന്റെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതിന് പരാതി നൽകിയതിലുള്ള രാഷ്ട്രീയ വിരോധം വെച്ചാണ് BJP RSS സംഘം ആക്രമണം നടത്തിയത്. തെക്കൻ പഴുനാനയിലുള്ള വീടിന് സമീപത്തെ പഞ്ചായത്ത് കിണറിന് സമീപത്തിരിക്കുന്ന സമയത്താണ് പരാതിക്കാരനായ ശരത്തിനെയും സുഹൃത്തുക്കളെയും BJP RSS പ്രവർത്തകരായ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇരുമ്പുപൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് ശരത്തിന്റെ തലയോട്ടി പൊട്ടുകയും തലയിലും മുഖത്തും കൺപുരകത്തിലും ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും മാരക പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിഴസംഖ്യ പരിക്കുപറ്റിയ പരാതിക്കാരന് നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. എടക്കഴിയൂരിൽ ബൈക്ക് തെന്നിമറിഞ്ഞ അപകടം 2 പേർക്ക് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ എടക്കഴിയൂർ 4-ാം കല്ലിലായിരുന്നു അപകടം. പരിക്കേറ്റ അണ്ടത്തോട് സ്വദേശി 65 വയസ്സുള്ള അരക്കൽ വീട്ടിൽ കബീർ, പാപ്പാളി സ്വദേശി 49 വയസ്സുള്ള ചാലിൽ അഷ്റഫ് എന്നിവരെ അകലാട് 3 VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നു. അടുത്ത ആഴ്ച മുതൽ സമയമാറ്റം പ്രാബല്യത്തിൽ വരും. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നത്. തീരുമാനം അടുത്ത ആഴ്ച മുതൽ നടപ്പിലാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അരമണിക്കൂർ അധികമാണ് സ്കൂൾ പ്രവൃത്തി സമയം നീട്ടുന്നത്. ഇതിൽ മാറ്റമുണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതമാണ് സമയം വർദ്ധിപ്പിക്കുക. പുതിയ അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ ഉടൻ പുറത്തിറക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസുകളിൽ മിനിമം മാർക്ക് സമ്പ്രദായം ഏർപ്പെടുത്തുകയാണ്. ഓരോ വിഷയത്തിലും 30% മാർക്ക് ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതേണ്ടി വരും. മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഏപ്രിൽ മാസത്തിൽ സ്പെഷ്യൽ ക്ലാസുകൾ നൽകിയാണ് പരീക്ഷ നടത്തുക. ഇതുകൂടാതെ ഈ വർഷം കൂടുതൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്കൂൾ സമയം അരമണിക്കൂർ അധികം നീട്ടുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ ഐ ഗ്രൂപ്പും ലീഗും കൈകോർത്തു. ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ KD വീരമണിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. ഐ ഗ്രൂപ്പ് കൊണ്ടുവന്ന അവിശ്വാസത്തെ മുസ്ലിം ലീഗും പിന്തുണച്ചതോടെയാണ് വീരമണിക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടമായത്. ആകെ 15 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 9 അംഗങ്ങൾ അവിശ്വാസത്തെ പിന്തുണച്ചു. ചെയർമാൻ അടക്കം 6 അംഗങ്ങൾ യോഗത്തിനെത്തിയില്ല. സഹകരണ വകുപ്പ് തളിക്കുളം യൂണിറ്റ് ഇൻസ്പെക്ടർ TG രാഗിയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ. കോൺഗ്രസിലെ തർക്കങ്ങൾ ശക്തമായതോടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാണ് UDF ഭരിക്കുന്ന ബാങ്കിൽ സ്വന്തം ചെയർമാനെതിരെ അവിശ്വാസത്തിന് കളമൊരുങ്ങിയത്. മത്സരം ഒഴിവാക്കാൻ അവസാന നിമിഷം വരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടെങ്കിലും അതൊന്നും വിലപോയില്ല. ഇതോടെ ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തമാകാനാണ് സാധ്യത. അറിയിപ്പ്: ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് യോഗ പരിശീലനം നടത്തുന്നതിന് പരിശീലകരെ നിയമിക്കുന്നു. അംഗീകൃത യോഗ്യതയുള്ള പരിശീലകർ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 16 തിങ്കളാഴ്ച 11 മണിക്ക് നഗരസഭാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1996-97 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കാട്ടകമ്പാൽ പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CG ബേബി അധ്യക്ഷയായി. അധ്യാപികയായ മോളി ടീച്ചറെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൂട്ടായ്മ ഭാരവാഹികളായ നവാസ്, ഫൈസൽ, ഷാഹിർ, ഷീജ, ഷിജി, ബിയമോൾ, ഷാഫി, സജീഷ്, പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. PWD അധികൃതരുടെ അനാസ്ഥ ഒഴിവായത് വൻ ദുരന്തം. മന്നലാംകുന്ന് സെന്ററിൽ പഴയ ദേശീയപാതയ്ക്കരികിൽ നിന്നിരുന്ന പൂമരമാണ് ബുധനാഴ്ച കടപുഴകി വീണത്. മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ആരും മുഖവിലക്കെടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അകലാട് ത്വാഹാപള്ളി സ്വദേശി ഹനീഫ തലനാരിഴയ്ക്കാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ബൈക്ക് കുടുങ്ങിയെങ്കിലും അപകടം ഒഴിവായി. സ്കൂൾ കുട്ടികളുമായി വന്നിരുന്ന ട്രാവലർ അപകടം മനസ്സിലാക്കി പെട്ടെന്ന് നിർത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
വൈദ്യുതി, ഇന്റർനെറ്റ്, കേബിൾ കണക്ഷൻ എന്നിവ തകരാറിലാവുകയും ചെയ്തു. ഗുരുവായൂരിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. ഇതുകൂടാതെ മന്ദലാംകുന്ന് സെന്ററിൽ തന്നെ മറ്റൊരു പൂമരവും ബദാമരവും ഏത് നിമിഷവും നിലം പതിക്കുന്ന അവസ്ഥയിലാണ്. 2022 അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനു വേണ്ടി പുന്നൂർ പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ വിഷയം ചർച്ച ചെയ്യുകയും മുറിച്ചുമാറ്റുന്നതിനു വേണ്ടി PWD അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് പറയുന്നത്. മരക്കൊമ്പ് മുറിച്ചുമാറ്റിയില്ലെങ്കിൽ ദുരന്തമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി പ്രദേശത്തുള്ളവരുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ ഇന്ന് മന്ദലാംകുന്ന് സെൻറ്ററിലുണ്ടായ വലിയ ബദം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ശക്തമായ കാറ്റിന് നമ്മുടെ KCB ലൈനിലേക്ക് വീണ് നമ്മുടെ പ്രദേശം 5 ദിവസത്തോളം കറണ്ടില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അന്ന് നമ്മൾ വീണ്ടും പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് അധികാരികളെ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ 2022 പുന്നൂർ പഞ്ചായത്തിലെ ബോർഡ് മീറ്റിങ്ങിൽ അതിന് അപേക്ഷ വെക്കുകയും ഇത് എത്രയും പെട്ടെന്ന് ഇത്രയും ഉള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ പതിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവൻ നമുക്ക് ബലി കൊടുക്കേണ്ടി വരും. കാരണം ഉണ്ടായതിനു ശേഷം അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ ഇടപെടുന്നതിനൊക്കെ മുന്നേ അതുണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ അയാളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ട് തലനായ രക്ഷപ്പെട്ടു. അയാൾ തൊട്ടടുത്ത് തന്നെ ഒരു 10-30ഓളം കുട്ടികളുമായി ഒരു ടെമ്പോ ട്രാവൽ വണ്ടി വന്നിരുന്നു. അത് ബ്രേക്ക് ഇട്ട് നിർത്തിയതിൻ്റെ പേരിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുകയുണ്ടായത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ മരങ്ങൾ തൊട്ടടുത്ത് വീണ്ടും വലിയൊരു മരം നിൽക്കുന്നുണ്ട്, അതിൻ്റെ വേരുകൾ പറഞ്ഞു വരുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റി ഈ പ്രദേശത്തെ രക്ഷിക്കണമെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചാലിശ്ശേരി കൗക്കോട് കുളത്താണി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹിയും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയനുമായ കൊല്ലഴി മങ്ങാട്ട് ഉണ്ണി എന്ന അരവിന്ദാക്ഷന്റെ 2ാം ചരമവാർഷിക അനുസ്മരണവും ക്ഷേത്ര മാതൃസമിതി അംഗവും സംഗീത അധ്യാപികയുമായിരുന്ന കുന്നത്തുമനയ്ക്കൽ ഹേമലത ടീച്ചറുടെ നിര്യാണത്തിലുള്ള അനുശോചന യോഗവും ചേർന്നു. ക്ഷേത്രം ഹാളിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ TM നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അരീക്കര വിജയൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഒരിടവേളയ്ക്ക് ശേഷം മന്ദലാംകുന്ന് AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പുറത്തിറങ്ങാനാകാതെ 50ഓളം കുടുംബങ്ങൾ. തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ ശാസ്ത്രീയമായ രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഉയർന്നു കിടന്നിരുന്ന സ്ഥലത്തുനിന്ന് മണ്ണെടുത്ത് നിലവിൽ AKG റോഡ് പരിസരം താഴ്ന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് സമീപമുള്ള പറമ്പിലേക്കും വീടുകളിലേക്കും കയറിയ സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ട് ഉണ്ടാവുകയും പരിഹാരം കാണുന്നതിനായി ജില്ലാ കളക്ടർ, MLA, തഹസിൽദാർ, ഹൈവേ അധികൃതർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ചാവക്കാട് താലൂക്ക് ഓഫീസിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. അന്നേ ദിവസം നടന്ന ചർച്ചയ്ക്കൊടുവിൽ റോഡ് നിർമ്മാണ കമ്പനിയായ ശിവാലയ ചാക്കോലയിൽ റോഡ് വഴി 2 അടി വ്യാസമുള്ള പൈപ്പിട്ട് പ്രശ്നപരിഹാരം നിർദ്ദേശം ഉയരുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ രാത്രിയിൽ 10 അടി നീളവും 25 ഇഞ്ച് വ്യാസവുമുള്ള 35 കോൺക്രീറ്റ് പൈപ്പുകൾ എത്തിച്ചെങ്കിലും പിന്നീട് രാത്രിയിൽ തന്നെ എടുത്തുകൊണ്ടുപോയി. റോഡ് പൊളിക്കാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയിരുന്നു. സർവീസ് റോഡ് മുതൽ കനോലി കനാൽ വരെ കാന നിർമ്മിക്കാനായിരുന്നു നിർദ്ദേശം. മഴക്കാലം കഴിഞ്ഞാൽ നിർമ്മാണം തുടങ്ങാമെന്ന് അറിയിച്ച അധികൃതർ തൽക്കാലം കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് ചെയ്താണ് പരിഹാരം കണ്ടത്. ഇതിനായി കരാർ കമ്പനി 2 ആഴ്ചയോളം രാപ്പകലില്ലാതെ കനോലി കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്തു. പിന്നീട് മഴ മാറി കടുത്ത വേനലായിട്ട് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല. ആഴ്ചകൾക്ക് മുമ്പ് പെയ്ത മഴയിൽ വീണ്ടും വെള്ളം കയറുകയും സർവീസ് റോഡ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ മുറവിളികൾ കൂടിയപ്പോൾ പതിവ് പോലെ NH ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, ദേശീയപാത അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. ഇവരുടെ നിർദ്ദേശപ്രകാരം 2 വലിയ മോട്ടോർ പമ്പ് സെറ്റ് കൊണ്ടുവന്ന വെള്ളം വറ്റിക്കുന്ന പ്രവൃത്തി തകൃതിയായി നടന്നു. കുറച്ചു ദിവസം മഴയ്ക്ക് ശമനമുണ്ടായിട്ടും ഇതുവരെയും പ്രവൃത്തി ആരംഭിച്ചില്ല. ചൊവ്വാഴ്ച വീണ്ടും എത്തിയ മഴയിൽ പതിവിലും കൂടുതൽ വെള്ളം പ്രദേശത്ത് കുത്തിയൊലിച്ചു വന്നതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി. ഇതോടെ 2 ദിവസമായി 50ഓളം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളുടെ പഠനം പോലും മുടങ്ങുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പൈപ്പ് അവർ റിട്ടേൺ കൊണ്ടുപോവുക ചെയ്ത്
അതേമാതിരി തന്നെ ഇപ്രാവശ്യം വെള്ളം വന്നപ്പോഴും കളക്ടറും തഹസിൽദാറും പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ അയൽവക്കാരോട് സംസാരിച്ച് അയൽവക്കാർ വളരെ വ്യക്തമായി പറഞ്ഞ് ഇവിടുന്ന് കാന കയറി തോട് വരെ എത്തിക്കാമെന്ന്, ഇനി ഈ ദുരന്ത പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പിറ്റത്തെ ആഴ്ച ഇതേമാതിരി പൈപ്പ് ഇവിടെ കൊടുത്തിട്ട് അവരിപ്പോൾ തിരിച്ചു പോകാനുണ്ടായത്. ഇപ്പോൾ പിന്നെയും വലിയൊരു ദുരന്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലോക്കാണ്. അപ്പോൾ ഇതിന് ഇനി അധികാരികൾ എന്താണ് ഇതിന് ചെയ്യുന്നത്? ഒരു കുട്ടിക്കളിയായിട്ട് മാത്രമാണ് കാണുന്നത്. എന്നും വരിക, അവർ വരും നോക്കുക പോവുക എന്നല്ലാണ്ട് ഇതിനൊരു പരിഹാരമില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമുക്കിത് പറയാനുള്ളത്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അവർക്കാണെന്നും മന്നലാംകുന്ന് സെന്റർ വഴി കനോലി കനാലിലേക്ക് കാന നിർമ്മിച്ച് പൊതുജനത്തിന് ആശങ്കയില്ലാത്ത വിധം ശാശ്വത പ്രശ്നപരിഹാരം കാണണമെന്നും വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ ആവശ്യപ്പെട്ടു. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് ഏകദേശം 4 അടി താഴ്ത്തിയിട്ടാണ് പണി നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പടിഞ്ഞാറ് ഭാഗത്തെ വെള്ളവും മൊത്തം ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നാഷണൽ ഹൈവേക്ക് മാത്രമാണ്. 4 അടി ഹൈറ്റിൽ നിൽക്കുകയും 4 അടി താഴ്ചയിൽ നിന്ന് ഈ വെള്ളം എങ്ങനെ ഈ കാനയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അടിയന്തരമായി കലക്ടർ ഇടപെട്ടുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരാൻ മെമ്പർ എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ NSS സൗഹൃദ അധ്യാപകർക്കുള്ള പരിശീലനം കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ജയറാം സന്തോഷ്, MB ബിനോജ്, കൺവീനർമാരായ ലിൻഡോ വടക്കൻ, G പ്രിയ, സുഭാഷ് മാത്യു എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ KK മിനി, ജീസൺ കാക്കശ്ശേരി, എക്സൈസ് ഓഫീസർ ലത്തീഫ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സമൂഹത്തിലെ ലഹരി ഉപയോഗം, റാഗിംഗ്, നിയമവിരുദ്ധമായ വാഹനോപയോഗം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, കൌമാരക്കാരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നീ മേഖലകളിലായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകലാണ് NSS സൗഹൃദ അധ്യാപകർക്ക് നൽകുന്ന പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായി മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത്. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ടുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത്. അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വന്നാൽ പേടിക്കാണ്ട് കളിക്കാം. എല്ലാവർക്കും അടിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാരും വരണം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. മീനിനെ പിടിക്കുക, ചാടാനൊക്കെ പറ്റും. വൈബിള സ്ഥലമാണ്. പണ്ട് നമ്മൾ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒന്നും കൂടിയും അടിപൊളിയായിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടറാണ്. അധികം വെള്ളമില്ല. കുട്ടികൾക്കൊക്കെ നന്നായി ചാടി കുളിക്കാനും മീൻ പിടിക്കാനും എല്ലാവരും പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഇനിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറേ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലൻകുഴി എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇപ്പോഴും ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. ഈ വേനൽക്കാലത്തൊക്കെ വന്ന ആളുകൾ ചിലപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരില്ല. പക്ഷെ ഇപ്പോഴാണ് ഇത് വരേണ്ട സമയം. നല്ലൊരു ക്ലൈമറ്റുമാണ്, നല്ല അന്തരീക്ഷമാണ്. കുറച്ച് ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട്.
അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റിവരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോടുകൂടിയുള്ള തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമേതം ഇങ്ങോട്ട് വരാം. മറ്റൊരു പ്രത്യേകതയുണ്ട്, മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കുന്നംകുളം തെക്കേപ്പുറത്ത് ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്രാമ്പിക്കൽ വീട്ടിൽ 62 വയസ്സുള്ള പ്രസാദിനെയാണ് രാവിലെ 6 മണിയോടെ വീടിന് സമീപത്തെ പറമ്പിൽ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി സംഘാടകർ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇറ്റലിയിലെ പാതുവയിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന തിരുകർമ്മങ്ങൾ നടക്കും. രാവിലെ 7:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഊട്ടുനേർച്ച ഉണ്ടായിരിക്കും. രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് മെൽബൺ രൂപത ബിഷപ്പ് എമിരിത്തൂസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യകാർമ്മികനാകും. വികാരി ഫാദർ ജോമൻ മുരിങ്ങാത്തേരി, കടങ്ങോട് പള്ളി വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട് എന്നിവർ സഹകാർമ്മികരാകും. രാവിലെയും വൈകിട്ടും നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പുതുരുത്തി പള്ളി വികാരി ഫാദർ റിജോ വിധേയത്തിൽ കൊഴുക്കുള്ളിക്കാരനും പതിയാരംപള്ളി നടത്തുവികാരി ഫാദർ ഷോജോമോൻ SDVയും കാർമ്മികരാകും. വൈകിട്ട് 5:30 കോട്ടപ്പുറം സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. നേർച്ച ഭക്ഷണത്തിനും പായസത്തിനും പാഴ്സൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോമൻ മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ റാഫേൽ മണ്ടുമ്പാൽ, കൺവീനർ മാത്യു പുത്തൂർ, കൈക്കാരന്മാരായ ഫ്രെഡി നീലങ്കാവിൽ, വിനു പുത്തൂർ എന്നിവർ പങ്കെടുത്തു. ഇത് ക്രൈസ്തവർ മാത്രമല്ല എല്ലാ മതസ്ഥരും ഏറെ താല്പര്യത്തോടെ വർഷങ്ങളായി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവുള്ള സ്ഥലമാണ്. വളരെ ആഘോഷമായും വിപുലമായും ഊട്ടുതിരുനാൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നാനാജാതി മതസ്ഥരുടെയും പ്രത്യേക പിന്തുണയും ഈ ആഘോഷ പരിപാടിക്ക് ലഭിച്ചത് ഏറെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഘോഷമായ തിരുനാൾ കുർബാന 10:30 ഓസ്ട്രേലിയ മെൽബൺ രൂപതയുടെ റിട്ടയർഡ് ബിഷപ്പ് എമിരിത്തൂസ് മാർ ബോസ്കോ പുത്തൂരാണ് മുഖ്യ കാർമ്മികനായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ GMLP സ്കൂളിലെ KG വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഷക്കീല ടീച്ചർ, ക്ലബ്ബ് പ്രതിനിധികളായ അഷ്റഫ് ചോലയിൽ, നൌഷാദ് ചിറ്റയിൽ, ഷഹീൽ, അജ്മൽ, സിദാൻ, ഇർഷാദ്, റയീസ്, അധ്യാപകരായ സൈഫുന്നിസ, മിനി തുടങ്ങിയവരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നേർകുളം കിഴക്കേച്ചിറായി യുവധാര കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യുവധാര GCCയുടെ സഹകരണത്തോടെ കിഴക്കേച്ചിറായി യുവധാര നഗറിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സിദ്ധാർത്ഥൻ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, EP സുഭാഷ്, കുഞ്ഞുമോൻ മാസ്റ്റർ, സലീം ചെറായി, V യൂനസ്, വിഷ്ണുദാസ്, CK റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. V താജുദ്ദീൻ സ്വാഗതവും ഹിജാസ് ഹൈദർ നന്ദിയും പറഞ്ഞു. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ ഡോക്ടർ മദർ മേഴ്സിറ്റ കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസിന്റെ അധ്യക്ഷതയിൽ ഫാദർ പോൾ അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അധ്യാപകരായ ജോസി ജോസ്, AJ ആൻജോ എന്നിവർ സ്കൂളിന്റെ ലഘുചരിത്രം അവതരിപ്പിച്ചു. സിൽവർ ജൂബിലി പവലിയന്റെ ഉദ്ഘാടനം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ മദർ മേഴ്സിറ്റ കണ്ണമ്പുഴയും മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ മദർ സോഫി പെരേപ്പാടനും നിർവഹിച്ചു. സിൽവർ ജൂബിലി ലോഗോ പ്രകാശനം മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും മാനേജറുമായ സിസ്റ്റർ ലിറ്റിൽ മരിയയും മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻ മരിയയും ചേർന്ന് നിർവഹിച്ചു.
സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അധ്യാപക അനധ്യാപകർ ചേർന്ന് ഡയാലിസിസ് രോഗികൾക്കായി സഹായം നൽകി. മദർ സിസ്റ്റർ സിറില്ല, സിസ്റ്റർ ലിൻസ മരിയ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വാർഡ് മെമ്പർ KR സിമി, പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ എഡ്വിൻ സുഭാഷ്, PTA പ്രസിഡന്റ് ദീപക് ആൻഡോ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപകരായ ജോസി ജോസ് സ്വാഗതവും ജിജി ജോർജ് നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് യൂത്ത് പവറും NMK സ്മാരകവും സംയുക്തമായി പെരുന്നാൾ പെരുമ എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. യൂത്ത് പവർ പ്രസിഡന്റ് ഇർഫാൻ, സെക്രട്ടറി നസൽ, തഫ്കീം, ആബിൽ, മുബീൻ മറ്റംഗങ്ങളും ചേർന്ന് ശേഖരിച്ച ചികിത്സാ സഹായധനം പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന് കൈമാറി. കൂടിയിൽ ബക്കർ ഓർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണവും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലുമുണ്ടായി. കലാസന്ധ്യയും നടന്നു. വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ പുരസ്കാര വിതരണം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആരോഗ്യ പരിശോധന സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങൾ പരിശോധിക്കുക, കുടിവെള്ള സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജന ശാസ്ത്രീയ സംവിധാനമൊരുക്കൽ, പാചകപ്പുര ശുചിത്വം, പാചക തൊഴിലാളികളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണം തുടങ്ങിയവയിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ശ്രീകൃഷ്ണ കോളേജ് പുരുഷ വനിതാ ഹോസ്റ്റലുകൾ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഹോസ്റ്റലിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് കുറ്റമറ്റ വാട്ടർ ഫിൽട്ടർ സ്ഥാപിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. ഇതിന് ആവശ്യമായ റിപ്പോർട്ട് കോളേജ് മേലധികാരികൾക്ക് നൽകാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. സ്വകാര്യ ഹോസ്റ്റലുകളിൽ സൗകര്യങ്ങൾ പരിശോധിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിശോധനയ്ക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, VL ബിജു, TS ശരത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KV വിനീത, സിമി സൈമൺ എന്നിവർ നേതൃത്വം നൽകി. തൃപ്പറ്റ് സനാതന സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസം, ക്ഷേത്രകല എന്നീ മേഖലയിലേക്കും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു. സേവന പ്രവർത്തനത്തോടൊപ്പം 1 മുതൽ 5 വരെ CBSE ക്ലാസുകളിലേക്കും 1 മുതൽ 8 വരെയുള്ള മലയാളം മീഡിയം ക്ലാസുകളിലേക്കും സനാതന ട്യൂഷൻ നൽകുവാനും ചെണ്ടമേള പരിശീലനം നടത്തുവാനും തീരുമാനിച്ചു. ആചാര്യൻ ആലങ്കോട് മണികണ്ഠൻ ആശാന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ശാന്തി നഴ്സിംഗ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാജേഷ് കൃഷ്ണൻ നിർവഹിച്ചു. സനാതന സേവാ കേന്ദ്ര പ്രസിഡന്റ് KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. KS ഹരികൃഷ്ണൻ പ്രാർത്ഥന നടത്തി. വാദ്യകലാകാരൻ ആലങ്കോട് മണികണ്ഠൻ, തൃപ്പറ്റ് ശിവക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുമത്താഴത്ത് മണ്ണാരു മനക്കൽ ശ്രീ നാരായണൻ നമ്പൂതിരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. CS നിധിൻ സ്വാഗതവും അരിയില്ലിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. BG പോൾ, TG സന്ദീപ്, വിനോദ് പന്തല്ലൂർ, സുധൻ മാനോത്ത്, വിനോദ് കരുമത്താഴത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടിന്റെയും നാട്ടുകാരുടെയും യാത്രാമൊഴി ഏറ്റുവാങ്ങി മനോജ് ഓർമ്മയായി. കഴിഞ്ഞ ദിവസം ചൂണ്ടലിൽ സ്വകാര്യ ലിമിറ്റഡ് ബസ് ഇടിച്ചു മരിച്ച ബൈക്ക് യാത്രികൻ ചൂണ്ടൽ മേലേക്കാവ് പൊന്നരാശ്ശേരി കുമാരൻ മകൻ മനോജിന്റെ സംസ്കാരം നടന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ചൂണ്ടൽപ്പാടത്തെ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ചാണ് മനോജ് സഞ്ചരിച്ച ബൈക്കിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് അപകടമുണ്ടായത്. റോഡിലേക്ക് തലയിടിച്ചു വീണ മനോജിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് നടപടികൾക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മനോജിന്റെ ഭൗതിക ശരീരം മേലേക്കാവിലെ വീട്ടിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ മനോജിന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിയതോടെ ഭാര്യ ലതയും മക്കളായ ആതിര, ആദർശ, ആരതി എന്നിവരുടെ സങ്കടം അണപൊട്ടി. കുടുംബത്തിന്റെ അത്താണിയായിരുന്നവൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെയുള്ള ലതയുടെയും മക്കളുടെയും കണ്ണീര് മറ്റുള്ളവരെയും സങ്കടക്കടലിലാഴ്ത്തി. ചാറി നിന്ന മഴയെയും അവഗണിച്ച് നൂറുകണക്കിന് ആളുകളാണ് മനോജിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം സഹോദരന്റെ മകൻ അമൽനാഥ് ചിതയിലേക്ക് തീ പകർന്നതോടെ തീരാ നോവായി മനോജ് ഓർമ്മകളിലേക്ക് മറന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ SKSSF കൊരട്ടിക്കര യൂണിറ്റ് ആദരിച്ചു. PM മുഹമ്മദ് സിയാൻ, AB മുഹമ്മദ് ഷബീബ് എന്നിവരെയാണ് ആദരിച്ചത്. പെരുമ്പിലാവ് മേഖലാ പ്രസിഡന്റ് റബി വാഫി, ട്രഷറർ സൈഫുദ്ദീൻ, GCC പ്രതിനിധി V ബഷീർ, യൂണിറ്റ് ഭാരവാഹികളായ ഹാഫിൾ അബ്ദുനാസർ, അഹമ്മദ് ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. ആന്ധ്രാപ്രദേശിൽ വ്യാഴാഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ജോൺസൺ ചാലിശ്ശേരിയുടെ കേരള സ്കൂൾ മാതൃക അഭിമാനമാകുന്നു. രാജമഹേന്ദ്രവരം അഥവാ രാജമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തിൽ കേരള മാതൃകയിൽ 21 വർഷമായി ആയിരങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകിയാണ്
ചാലിശ്ശേരി അങ്ങാടി ചീരൻ വീട്ടിൽ ജോൺസൺ ചാലിശ്ശേരിയും സഹധർമ്മിണി ഷിബി ജോൺസണും വ്യത്യസ്തയാകുന്നത്. പഠനത്തിലും സാമൂഹ്യ സേവനത്തിലും താൽപര്യം പങ്കുവച്ച് ഇരുവരും ചേർന്ന് രാജമന്ത്രിയിൽ നടത്തിവരുന്ന സെന്റ് ജോൺസ് സ്കൂൾ 21 വർഷത്തിലും വിജയത്തിന്റെ പാതയിൽ യാത്ര തുടരുകയാണ്. കച്ചവടവുമായി രാജമന്ത്രിയിലെത്തിയ മാതാപിതാക്കളോടൊപ്പമായിരുന്നു കുടുംബം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കോളേജ് പഠനം കേരളത്തിലായിരുന്നു. പഠനത്തിനുശേഷം ജോൺസൺ ചാലിശ്ശേരി 1993 ചന്ദന സ്കൂൾ പ്രിൻസിപ്പാളായി വിദ്യാഭ്യാസ രംഗത്തേക്ക് കാലെടുത്തുവെച്ചു. തിരക്കുകൾക്കിടയിലും ജോൺസണും ഭാര്യ ഷിബിക്കും വിദ്യാഭ്യാസം പകരാനുള്ള വലിയ ആഗ്രഹത്തിൽ സ്വന്തമായി ഒരു സ്കൂൾ തുടങ്ങണമെന്നത് വലിയ സ്വപ്നമായിരുന്നു. 2004 സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ യാഥാർത്ഥ്യമാക്കി. കഠിനപ്രയത്നത്തിലൂടെ വർഷങ്ങളായി അധ്യാപകരായിട്ടുള്ള ഇവരുടെ ക്ലാസുകളെക്കുറിച്ചുള്ള വാർത്തകൾ വിദ്യാർത്ഥികളിലും നഗര ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചതോടെ സ്കൂൾ അതിവേഗം വളർന്നു. സംസ്ഥാന സിലബസ് പ്രകാരം പ്രൈമറി ക്ലാസ് മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി 1000ഓളം വിദ്യാർത്ഥികളും 30 അധ്യാപകരും 5 ആയമാരും ജോലി ചെയ്യുന്നുണ്ട്. പഠന പാഠ്യേതര രംഗത്ത് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. പരീക്ഷാഫലങ്ങളിൽ വിദ്യാർത്ഥികൾ മിന്നിത്തിളങ്ങുന്നത് സ്കൂളിനെ മറ്റു സ്കൂളുകളേക്കാൾ മികച്ചതാക്കി. മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളും അതിഗംഭീരമായാണ് ആഘോഷിക്കുന്നത്. ഓണപ്പൂക്കളവും വേറിട്ടതാണ്. സ്കൂൾ സെക്രട്ടറിയായി ജോൺസൺ ചാലിശ്ശേരി, ഭാര്യ ഷിബി വൈസ് പ്രിൻസിപ്പാളുമായി മികച്ച നിലയിൽ കേരള മാതൃകയിൽ അധ്യാപനം നടത്തുന്ന ഇവരെ ചാലിശ്ശേരി മാഷും ടീച്ചറും എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ 2000 ഞാനും എൻ്റെ ഒരു സെൻറ് ആൻസ് ക്ലാസ്മേറ്റ് മേയർ പ്രസാദും കൂടിയിട്ട് മാർക്ക് ഓർലോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തുടങ്ങി. 2004 പിന്നെ എൻ്റെ സ്വന്തം സ്കൂൾ. കഴിഞ്ഞ വർഷം നമ്മുടെ 20ാമത്തെ ഗോൾഡൻ ജംബോഴ് നടന്നു, അനുജമായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളും ഇതൊക്കെ പഠിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ഫോളോ ചെയ്യും. പിന്നെ അതുപോലെ ആന്ധ്രക്കാർക്ക് മലയാളികളായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം നമ്മളവരെ എപ്പോഴും ഒരു ഇൻസ്പിറേഷനാണ്. അത് കാരണം നമ്മൾ കേരളൈറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു താല്പര്യമാണ്. ചാലിശ്ശേരി, ചീരൻ, വറീദ്, ഇറ്റേനം ദമ്പതിമാരുടെ 5 മക്കളിൽ 4ാമനായ ജോൺസൺ രാജമന്ത്രിയുടെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. സ്വന്തം നാടായ ചാലിശ്ശേരിയിൽ 1984 ക്രിക്കറ്റ് കളി ആദ്യമായി പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമായിരുന്നു. അക്കാലങ്ങളിൽ നിരവധി ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ ചാലിശ്ശേരി ടീം 1ാം നിരയിലായിരുന്നു. ചാലിശ്ശേരിയുടെ കലാകായിക സാംസ്കാരിക രംഗത്തും ജോൺസൺ സജീവമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ അതിരുകൾക്കപ്പുറം കേരളത്തിൻ്റെ ഭാഷയും സംസ്കാരവും ചേർത്ത് സ്നേഹത്തിൻ്റെയും വിദ്യയുടെയും പാഠങ്ങൾ നൽകി യാത്ര തുടരുകയാണ്. ഷിൻസൺ, ബിൻസൺ എന്നിവർ മക്കളാണ്. കുന്നംകുളം മേഖലയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തെത്തി മികച്ച നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ്. പുനേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കുടുംബസംഗമവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടത്തി. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങ് കൗൺസിലറും ഫിസിയോളജിസ്റ്റുമായ ഡോക്ടർ നഹില ക്ലാസ് എടുത്തു. ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വീട്ടിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ക്യാമ്പിന് ഹോമിയോ ഡോക്ടർമാരായ ജമാലുദ്ദീൻ, മിസ്രിയ എന്നിവർ നേതൃത്വം നൽകി. 100-ലധികം രോഗികൾക്കുള്ള മരുന്നും റിലീഫ് കിറ്റും വിതരണം ചെയ്തു. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതവും ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതാ വിംഗ് അധ്യക്ഷ സെഫിയ കുഞ്ഞു മുഹമ്മദ് നന്ദിയും പറഞ്ഞു. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, ഷെരീഫ്, വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ, എക്സിക്യൂട്ടീവ് അംഗം റാഫി പരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സൺ PM ജദീർ നേതൃത്വം നൽകി. ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തിന്റെ വിവിധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക PK റംല, അധ്യാപകരായ KH ഷീജ, സയന ചായൂർ, CJ ജിൻസി, MK സലിം എന്നിവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി 200ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം. ചിറ്റാട്ടുകരയിലെ CPIM മുൻ പ്രവർത്തകനും അധ്യാപക സംഘടനാ മുൻ നേതാവുമായിരുന്ന ചിറ്റാട്ടുകര അന്തിക്കാട്ട് വീട്ടിൽ പത്രൂസ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും.
പരേതയായ റിട്ടയേർഡ് അധ്യാപിക മറിയമാണ് ഭാര്യ. ലാലി, ലിസി, ഷീല, ജോസഫ്, ജോൺസൺ, ജോയ്സൺ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ചെറുതുരുത്തി പൂവത്താംകണ്ടി മണി എന്ന പ്രേമാവതി നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടക്കും. സുധാകരനാണ് ഭർത്താവ്. ഡെലീഷ്, ബിന്ദു, സിന്ധു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അദാനിയുടെ മുൻപിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വലിയ തോതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് വ്യാപക പ്രതിസന്ധിയും സൃഷ്ടിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി അലംഭാവം അരുതെന്നും KC വേണുഗോപാൽ. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ആരംഭിച്ചതോടെ നാശനഷ്ടങ്ങളും സജീവമായി. പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽട്ടർ സൗകര്യമൊരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ സന്ദർശനം നടത്തിയാണ് സഹായം അറിയിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം മന്നലാംകുന്ന് AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. പുറത്തിറങ്ങാനാകാതെ 50ഓളം കുടുംബങ്ങൾ. തീരാദുരിതത്തിലേക്ക് തള്ളിവിടാതെ ശാസ്ത്രീയമായ രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. മനോജിന് നാടിന്റെ കണ്ണീർ യാത്രാമൊഴി. കഴിഞ്ഞ ദിവസം ചൂണ്ടലിൽ സ്വകാര്യ ലിമിറ്റഡ് ബസ് ഇടിച്ചു മരിച്ച ബൈക്ക് യാത്രികൻ ചൂണ്ടൽ മേലേക്കാവ് പൊന്നരാശ്ശേരി കുമാരന്റെ മകൻ മനോജിന്റെ സംസ്കാരം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.